സ്വദേശി യൂസുഫ് എന്നയാൾ കഴിഞ്ഞ ശനിയാഴ്ച മിസ്സായി എന്ന അറിവ് ലഭിച്ച അന്നു മുതൽ ട്രോമാ കെയർ, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എല്ലാം വളരെ സജീവമായിട്ട് ഈ പുഴയിൽ തെരച്ചിൽ നടത്തി. കഴിഞ്ഞ 3 ദിവസമായിട്ടും അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ ആയിട്ടില്ല. ഇന്ന് അവസാന ശ്രമമെന്നോണം ഒരു മാരത്തോൺ യജ്ഞം നമ്മൾ ഇവിടം മുതൽ താഴെ വരെ എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് ട്രോമാ കെയറിൻ്റെ പാലക്കാട്, മലപ്പുറം ജില്ലാ യൂണിറ്റുകളും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതുപോലെ സന്നദ്ധ സംഘടനകൾ എല്ലാം ഒത്തൊരുമിച്ച്, നാട്ടുകാർ ഒത്തൊരുമിച്ച് ഒരു മാരത്തോൺ യജ്ഞം നടത്താൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഈ ഒരു യജ്ഞം നടത്തി കണ്ടെത്തുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കണ്ടെത്തട്ടെ. ഇന്നത്തെ തിരച്ചിലിനായി നമ്മളെ 2 ബോട്ടുകൾ, താനൂരും പരപ്പനങ്ങാടിയുമുള്ള 2 ബോട്ടുകൾ, അതുപോലെ തന്നെ എല്ലാവിധ രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും ഏകദേശം 10-50ഓളം വളണ്ടിയർമാരും, ട്രോമാ കെയർ വളണ്ടിയർമാരും ഈ തെരച്ചിലിന് സജീവമായി ഇറങ്ങുകയാണ്.
പ്രിയമുള്ള മലപ്പുറം പാലക്കാട് ജില്ലാ ട്രോമാ കെയർ പ്രവർത്തകരെ, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അരക്കുപറമ്പ് സ്വദേശി യൂസുഫ് എന്ന ആൾ പുഴയിൽ അകപ്പെട്ടു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ദിവസങ്ങളായി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു മാരത്തോൺ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ട്രോമാ കെയറിൻ്റെ പാലക്കാടിലെയും മലപ്പുറത്തെയും വിവിധ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ വളരെ അതിരാവിലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇത്. കാരണം കുത്തിയൊഴുകുന്ന പുഴയിലുള്ള തിരച്ചിൽ വളരെ അപകടം നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ട്രോമാ കെയറിൻ്റെ പ്രവർത്തകരുടെ ധീരതയ്ക്ക് മുന്നിൽ ആ യജ്ഞം അവസാനിച്ചിരിക്കുകയാണ്. മേലാറ്റൂരിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ട്രോമാ കെയർ പ്രവർത്തകർക്ക് ലഭിക്കുകയുണ്ടായി. ഈ യജ്ഞത്തിൽ പങ്കെടുത്ത മലപ്പുറം ജില്ല, പാലക്കാട് ജില്ലാ ട്രോമാ കെയർ പ്രവർത്തകരും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പ്രവർത്തകർ, സിവിൽ ഡിഫൻസ്, മറ്റു സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയിട്ടുള്ള ഏവരുടെയും വലിയ പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഏതൊരു അടിയന്തര സാഹചര്യത്തും, ഏതൊരു പ്രയാസഘട്ടത്തിലും, ഏതൊരു ജനങ്ങളോടൊപ്പവും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇന്നത്തെ ഈ വലിയ യജ്ഞത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും അതിൻ്റെ അണിയറയിൽ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിലവിൽ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ റെയിൽവേ പാലം പോകുന്നത് റെയിൽവേ കാലം കഴിഞ്ഞിട്ട് ഒരു 300 മാക്സിമം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു സ്മെല്ല് തോന്നിയ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ഇറങ്ങി നമ്മളൊരു 200-300 മീറ്റർ ഉള്ളിലോട്ട് നടന്നിട്ടേക്കാണ് ഒരു മരത്തിൻ്റെ ചുള്ളിയിൽ കുടുങ്ങിയിട്ടായിട്ട് നടക്കുന്നതാണ് നമ്മൾ ബോഡി കിട്ടുന്നത്. സംശയത്തിന് പോയി നോക്കിയപ്പോഴാണ് ഒരുപാട് മുള്ളലെടുത്ത് മാറ്റിയിട്ടാണ്. കാരണം അതിൻ്റെ അകത്ത് പുറത്തേക്ക് എടുക്കാനും ഞങ്ങൾ കുറച്ച് പണിപ്പെട്ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുള്ളുകളുടെ ഇടയിലാണ് ബോഡി കുടുങ്ങിക്കുന്നത്. എങ്ങനെയായാലും ബോഡി പിടിക്കുകയാണെങ്കിൽ ശരീരം സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കുറച്ച് താമസം എടുത്ത് നമുക്ക് ആ ബോഡി അവിടെ നിന്ന് തോണി നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് പണിപ്പെട്ടിട്ടാണ് നമ്മൾ അതിൽ എത്തിച്ചത്. സർച്ചിങ്ങിൽ കാണാത്തത് അതുകൊണ്ടാണ്. ഉള്ളിലാകൊണ്ട് ഒരു 10-200 മീറ്റർ ഉള്ളിലാണ് ഈ ബോഡി കിടന്നിരുന്നത്. കാരണം നമ്മൾ ഒഴുക്കുള്ള നിന്നും തെന്നി മാറിയിട്ട് ഒരു 200 മീറ്ററോളം മാറിയിട്ടാണ് ഒരു മരത്തിന്റെ കൊമ്പിലും അതുപോലെ മുള്ളുകളെല്ലാം പിണഞ്ഞു കിടക്കുന്നത്. സത്യത്തിൽ സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധയിൽപ്പെടാത്തൊരു ഏരിയയാണ്. ശ്രദ്ധയിൽ കാണൂല. കാരണം ഇതെല്ലാം പുല്ലുകളും കാര്യങ്ങളും മുള്ളും എല്ലാം അടങ്ങി മുകളിൽ കിടക്കുന്നത്. നമ്മൾ ആ സ്മെല്ല് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ ഇറങ്ങി തോണി അവിടെ വെൻ്റാക്കി കെട്ടിയിട്ടാണ് നമ്മൾ 200 മീറ്ററോളം ഉള്ളിലേക്ക് കടന്നു ചെന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുള്ളിൻ്റെ ഇടയിലുണ്ട്. പിന്നെ മുള്ളു മാറ്റാൻ ഇതിനൊക്കെ ഒരു 10-15 മിനിറ്റോളം നമുക്ക് പിടിച്ചിട്ടാണ് നമുക്ക് ബോഡി നല്ലൊരു വെള്ളമുള്ള ഭാഗത്തേക്ക് ബോഡി എത്തിക്കാൻ കഴിയുന്നത്. കൂടാതെ വളരെയധികം വേദനിച്ചുകൊണ്ട് വളരെയധികം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണ് ഇവർ. ഇത്രമാത്രം പരിസരത്തിൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് കിട്ടാൻ പറ്റിയിരുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട്